മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ വീട്ടുപ്രസവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 1337 എണ്ണം. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. പ്രസവത്തിന് ഒരിക്കലും ആശുപത്രിയിലേക്ക് വിടേണ്ടതില്ല. ആശുപത്രിയിലേക്ക് വിട്ടാല് അത് ഷിർക്കാണ് എന്നാണ് പറയുന്നത്. അതായത് അള്ളാഹുവിൽ പങ്കുചേർക്കൽ. അള്ളാഹു ഒന്നിനും കൊള്ളാത്തവനാണ്. അതുകൊണ്ട് എന്തൊക്കെയോ ഡിഫക്റ്റുകളോടുകൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നത്. അള്ളാഹുവിന് നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിട്ട് അറിയാത്തത് കൊണ്ടാണ് എന്ന് വരുത്തി തീർക്കുന്നവരാണ് ഈ ചികിത്സയ്ക്ക് പോകുന്നത്, പ്രസവത്തിന് പോകുന്നത് എന്നൊക്കെ പറയുന്നത്. ഞാൻ നമ്പ്യാർക്ക് വീഡിയോ അയച്ചു തരാം. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കും? ആധുനിക ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ സ്ത്രീകൾക്ക് നിഷേധിക്കുക, ശരിയായ ചികിത്സ അവർക്ക് ലഭിക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന, തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ ശേഷിയില്ലാത്ത, വിവരമില്ലാത്ത ഒരു ജനതയുടെ തലയിൽ ഇത് രക്തസാക്ഷിത്വമാണ് എന്ന് പറഞ്ഞ് കെട്ടിവെക്കുന്നു. അപ്പൊ തട്ടിപ്പാണല്ലേ? തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച്. ഇത്തരം തീവ്ര ചിന്താഗതിക്കാരായ ആളുകൾ മനസ്സിലാക്കാത്ത ഒരു വസ്തുതയുണ്ട്. ഇവരെ ഇനി പോസ്റ്റ്മോർട്ടം ചെയ്യില്ല. ഈ അസ്മ മരിച്ചത് ഇതുകൊണ്ട് തന്നെയാണോ എന്ന് എങ്ങനെ അറിയാം? പിന്നെ വീട്ടിലെ പ്രസവം ഇവര് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഇവർക്ക് അലിഫ് പോലെയൊക്കെ ഒരുപാട് സ്കൂളുകളുണ്ട്. ആ സ്കൂളിൽ ആധാർ, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതൊന്നും ഇല്ലെങ്കിലും കുട്ടികൾക്ക് അവിടെ പഠിക്കാം. നമ്മൾ വിചാരിക്കുന്നത് പോലെ ബർത്ത് സർട്ടിഫിക്കറ്റ് നിർബന്ധമൊന്നുമല്ല അവര്, കാരണം അവർ 6-ാം നൂറ്റാണ്ടിലേക്ക് നടന്നു കൊണ്ടുപോകുക. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നേ? പക്ഷെ വീട്ടിൽ പ്രസവിച്ച ആളുകൾക്ക് അക്യൂപങ്ചർ ചികിത്സാ രീതി പ്രകാരം വീട്ടിലെ പ്രസവം നടന്ന ആളുകൾക്ക് അവാർഡ്, ഈ അവാർഡ് വാങ്ങാൻ ഇപ്പോൾ അസ്മയില്ല. 5 മക്കൾ അനാഥരാകുകയും ചെയ്തു. 35-ാമത്തെ വയസ്സിലെ 5-ാമത്തെ പ്രസവം. അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ട് അവരെ എടുത്ത് കിണ്ടി വെളിയിൽ ഇടാൻ വേണ്ടിയിട്ട് കാക്ക കണ്ട ഒരു തന്ത്രം മാത്രമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അയാൾക്ക് അടുത്തത് കെട്ടാം, കുഴപ്പമില്ല. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അതായത് ഒരാളെ കൊന്നിട്ടാണെങ്കിലും സാരമില്ല, അവർക്ക് അവാർഡുകൾ വേണം. അവർക്ക് ശരീരത്ത് നിയമം 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്രീയതയിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. ഇതിന് സർക്കാരോ കോടതിയോ ഒന്നും ഇടപെടണ്ട. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ് എന്ന് നമുക്കറിയാം. ഒരു യുവതിയെ കൊലയ്ക്ക് കൊടുത്തിട്ട് 5 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയിട്ട് ഇവർ രക്തസാക്ഷിയായത്രേ. അസ്മയ്ക്ക് രക്തസാക്ഷിയായി എന്ന് പറഞ്ഞിട്ട് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയില്. ചില നേരത്തെ സത്യങ്ങൾ നുണയായിട്ടേ മറ്റുള്ളവർക്ക് തോന്നും. ഇയാള് തീരുമാനിക്കും അവരാർക്ക് വോട്ടിടണം, അവരേത് വസ്ത്രം ധരിക്കണം, അവരെന്ത് ഭക്ഷണം കഴിക്കണം. ഇതൊക്കെ തീരുമാനിക്കുന്നത് പുരുഷനാണ്. കാരണം പുരുഷന്റെ കാൽപാദത്തിനടിയിലാണ് സ്ത്രീയുടെ സ്വർഗം എന്ന് മുസ്ലിം സമൂഹം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്? ശരിക്കും പറഞ്ഞാൽ മുസ്ലിം സ്ത്രീകൾക്ക് സംരക്ഷണം വേണ്ടത് ഈ മുസ്ലിം പുരുഷന്മാരിൽ നിന്ന് തന്നെയാണ്. ഈ മുസ്ലിം സമുദായത്തിനിടയിൽ വീട്ടിലെ പ്രസവത്തില് ശക്തമായ രൂപത്തിൽ കൺവിൻസിങ്ങും അതുപോലെ കൗൺസിലിങ്ങും നടക്കുന്നുണ്ട്. നമുക്ക് ആശുപത്രികൾ വേണ്ട, അലോപ്പതി ചികിത്സാ സമ്പ്രദായങ്ങൾ നമുക്ക് വേണ്ട, നമുക്ക് പ്രവാചകന്റെ കാലഘട്ടത്തിൽ അതിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞ ആ കോണകത്തിലേക്ക് ഒരു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. നിഗൂഢത നിറഞ്ഞ സിറാജുദ്ദീന്റെ ജീവിതം നമ്മൾ അസ്മയിലൂടെയല്ലേ ഇപ്പൊ തിരിച്ചറിയുന്നത്? അതല്ലെങ്കിൽ ആരറിയും? 100% ഞാൻ യോജിക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളെ പോലെയുള്ള ആളുകൾ വന്ന് ശക്തിയുക്തം ഇക്കാര്യം പറയുന്നത് കൊണ്ട് മാത്രമല്ലേ ഒരു വിഭാഗം ആളുകളെങ്കിലും ഒന്ന് അടങ്ങുന്നത്. ഇത് വാർത്തയായി പോകും, ഒരു ചർച്ചയായി പോകും, നമ്മളെ മറ്റുള്ളവര് കല്ലെറിയും, വേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ടും അടങ്ങി ഒതുങ്ങി പോകുന്ന ആളുകളുണ്ട്. നീ എന്തിനാ പഠിക്കണേ? ഫൈനൽ ഇയർ LLBക്ക്. അതല്ല ചോദിച്ചത്, നീ എന്തിനാ പഠിക്കണേന്ന്. നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. അയ്യേ, ഇതിനെ പ്രസവ ജിഹാദ് പ്രസവം എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ശരീഅത്ത് നമ്മളെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട. ശരീഅത്തിലൂടെ പോയി പ്രസവിച്ചാല് ഇവരുടെ ഓരോ എന്താ പറയാ, ഇവര് പ്രസവിക്കാൻ പോയാൽ ആ ഹോസ്പിറ്റലിന് ഇവരുടെ അടുത്ത പ്രസവത്തിനുള്ള ഉദ്ധാരണ ശേഷി നശിപ്പിക്കും മുസ്ലിം ആണെങ്കിൽ എന്നാണ് ഒരു പഠിച്ചത് ഞാൻ കേട്ടത്. അപ്പൊ ഇവർക്ക് കുട്ടികൾ ഉണ്ടാവാണ്ടായി പോവും, മുസ്ലിങ്ങൾക്ക് കുട്ടികൾ ഇല്ലാതാവാനുള്ള ഹിന്ദു ഡോക്ടേഴ്സ് കാണിക്കും. അപ്പൊ ഹിന്ദു ആയ ഡോക്ടറുടെ അടുത്ത് പോവാണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ മുസ്ലിങ്ങൾ കുറെ ഹോസ്പിറ്റലുകൾ തുറന്നത്. അവിടെ മുസ്ലിങ്ങൾ മാത്രമാണ് മുസ്ലിങ്ങളുടെ അടുത്ത് പോവാൻ പാടും. ഒരു ആശുപത്രിന്റെ പരസ്യം അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഹലാലായ പ്രസവം, എല്ലാത്തിലും ഹലാല്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നമ്മൾ ചോദിക്കും മുസ്ലിം സ്ത്രീകളെ ഈ പർദ്ദട്ട് ഗിഫ്റ്റ് കൊടുത്ത്, ഭർത്താവ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് കൊടുത്ത് പർദ്ദട്ട് ശീലിപ്പിച്ച നമ്മളൊന്നും കുട്ടിക്കാലത്ത് കാണാത്ത ഒരു 15 വർഷം കൊണ്ടാണ് ഇത് സുലഭമായി കണ്ടത്. ഇവരെ മുഖവും മേലും ഒന്നും കാണിക്കില്ല. അപ്പൊ എന്താ പറയുക, ഒരു പെണ്ണിനെ എങ്ങനെ ഇല്ലാതാക്കാന്നുള്ളതിന്റെ
തുടക്കം അവിടെ തുടങ്ങുന്നത്. ഇങ്ങനെ പർദ്ദ ഇട്ട് മൂടി ഇങ്ങനെ അവരുടെ ബോഡി ഷേപ്പ് വരെ മാറിയിട്ടുണ്ടാവും. ആ പെണ്ണ് ആ പർദ്ദ ഇല്ലാതെ ഒരു കണ്ണാടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ ആ പെണ്ണിന്റെ കോലം എങ്ങനെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് പ്രസവം എന്ന് പറഞ്ഞാൽ 10 പ്രസവിക്കുന്ന ആരുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് ചോദിക്കും അത്രേ. അപ്പൊ ഞാൻ എന്ന് പറഞ്ഞ് കൈ പൊക്കുമ്പോഴാണ് സ്വർഗത്തിലെ ലീഡർ ആവാനാണ് 10 പ്രസവിക്കുന്നത്. ഞാൻ ചിരിച്ചു പോയനെ. അതൊക്കെ പറയണത് ഇതൊക്കെയാണ് ഇവരെ പഠിച്ചു അല്ല, ഈ വെച്ചിരിക്കുന്നത്. 35 വയസ്സിനുള്ളിൽ ഈ സ്ത്രീ, ഈ യുവതി എങ്ങനെ 5 പ്രസവം താങ്ങി എന്നുള്ളതാണ്. അത് ഇനിയിപ്പോ ജീവിച്ചിരിക്കേണ്ടെങ്കിൽ ഒരു 10 പ്രസവിക്കും, 45, 46 ആവുമ്പോ. അങ്ങനെ എത്രയോ 10 പെറ്റവരെ എനിക്കറിയാം. അപ്പൊ ആ 10 പെറ്റാല് സ്വർഗത്തിൽ 10 പെറ്റവരുണ്ടോന്നാ ചോദിക്കുക. അതാണ് മദ്രസിൽ. ആയിഷയ്ക്ക് സ്ഥാനമില്ല നുസ്രത്തെ. അങ്ങനെ വരുമ്പോ നബിയുടെ ഭാര്യ ആയിഷയ്ക്ക് സ്ഥാനമില്ല, ഒന്നും പ്രസവിച്ചിട്ടില്ല. അതാണ് അവിടെയാണ് അത് കുഴപ്പം. പിന്നെ ഈ ഭംഗിയൊക്കെ പോകുമ്പോ പെണ്ണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി 16കാരിനെ കാണുമ്പോൾ ഈ ഉസ്താദുമാർക്ക് ഒന്നുകിൽ അവരെ രോഗി, അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച കുട്ടികള്. ഉസ്താദ് മാത്രല്ല കേട്ടോ, ഇതുപോലത്തെ ചിന്താഗതിയുള്ള എല്ലാ മുസ്ലിം ആണെങ്കിലും പ്രശ്നത. അവർക്ക് ഈ ലൈംഗിക ശേഷിയും ഇതൊക്കെ കൂടുതലാണ്, പെണ്ണിന് ഇതൊന്നും ഇല്ല. അതാണ് ലാസ്റ്റ് പറയണ, പെണ്ണ് കെട്ടാൻ പറയുമ്പോ ഇത് നമ്മൾ പറയേണ്ട ഒരു അവസരം. ഇത് ഈ പെണ്ണ് കെട്ടാൻ പോകുമ്പോ പറയുന്നത് എന്താണ്, അവൾ എന്റെ കൂടെ കിടക്കുന്നില്ല, അല്ലെങ്കിൽ അവൾക്ക് ഇതിനൊന്നും താല്പര്യമില്ല, ഞാനൊരാണല്ലേ, എനിക്ക് ആരോഗ്യമില്ലേ, ഞാൻ എന്ത് ചെയ്യൂ, ഹലാലായ സെക്സ് അല്ലേ എനിക്ക് പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2ാമത് കെട്ടാൻ പോണെന്നാണ് അവൻ പറയുന്നത്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക കുഞ്ഞെ, നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യത്തില്. ഈ തെണ്ടികൾ ഇങ്ങനെ തന്നെയാ പറയാ, തെണ്ടി തന്നെ വിളിക്കണം. എന്നിട്ട് ഇവന്റെ കുടുംബക്കാര് പറയും, നീ അങ്ങനെ ചെയ്ത്. കാരണം ഈ പെണ്ണ് 5ഉം 6ഉം പെറ്റ് കൊല്ലം പെറ്റ് ഇങ്ങനെ കുട്ടികളെ എടുക്കുന്ന ഈ പെണ്ണിന് ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേ, വൈകുന്നേരം വരെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യേ, അവളെ ആരോഗ്യസ്ഥിതിയോ ഒന്നും നോക്കാതെ രാത്രി ഇവന്റെ കൂടെ കാമം തീർക്കാൻ പോവാൻ പറ്റുന്നില്ല. അതാണ് അവസ്ഥ. അപ്പൊ എന്താവും, ഈ പെണ്ണ് താനേ സൈലന്റ് ആവും, അവളെ സൗന്ദര്യം പോയിണ്ടാവും, വയറ് തൂങ്ങിണ്ടാവും, അവൾ അതൊന്നും നോക്കുന്നില്ല. ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. 10 ദിവസം കഴിയുമ്പത്തേക്ക് പെണ്ണ് കെട്ടുന്നു, 40 ദിവസം കഴിയണതിന് മുമ്പ് പെണ്ണ് കെട്ടും ഈ ചങ്ങാതിമാര്. എന്നിട്ട് ഇവര് പറയും, കുടുംബക്കാര് പറയും, ഓനൊരാണല്ലേ, ഒരാണിന്റെ കാര്യങ്ങൾ തീർക്കാൻ ഇവിടെ ആരാ ഉള്ളത്, അതിനു വേണ്ടി അവൻ പെണ്ണ് കെട്ടുക, അങ്ങനെ തെറ്റ് ചെയ്യാൻ പാടില്ലല്ലേ. അവിടെ 10 പെണ്ണുങ്ങളവിടെ ആരും അറിയാതെ അവൻ പോകുന്നുണ്ട്, വീട്ടിലെ പണിക്കാരത്തിനെ വരെ അവൻ പിടിക്കും. ഇതൊക്കെയാണ് കള്ള സംഭവം, അതൊന്നും വെറുതെ അല്ല. ഞാനൊക്കെ ഇങ്ങനെ പറയണ എന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയണേ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. പക്ഷെ നേരെ മറിച്ച് അവിടെ ഒരു പെണ്ണിനാണ് ഭർത്താവിനെ നഷ്ടപ്പെടണമെങ്കിൽ ആ പെണ്ണ് കെട്ടാൻ പാടില്ല. ആ പെണ്ണ് 3.5 മാസം 4 മാസം 10 ദിവസം ഇരിക്കണം. അവളെല്ലാം തീർത്ത് അവളെല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു വരുമ്പോഴത്തേക്കും അവൾ അങ്ങോട്ട് ശരിയാക്കി കെട്ടുന്നതിനും അവൾക്ക് എല്ലാവിധ വിലങ്ങുകളും വെച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ഒന്നും അറിയാതെ കെട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവളെ ഏറ്റവും മോശപ്പെട്ട സ്ത്രീയെ. ഇതിന് പരിഹാരം ഇല്ല. ഞാൻ പോകുന്നു. ബൈ ബൈ.